Assalamu Alaikum. Hello dear students. So we are learning our fourth chapter, periodic table. Okay. So this is the first class of the fourth chapter, periodic table. You know that all the substances in the universe are formed by the combination of elements. അല്ലേ നമ്മുടെ എർത്തിലെ ഏതൊരു സബ്സ്റ്റൻസ് എടുത്താലും അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഹൗ ഇറ്റ് ഈസ് ഫോംഡ്? ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം എലമെൻറ്റ്സ്. എലമെൻറ്റ്സ് കമ്പൈൻസ് ടു ഫോം ദ കോമ്പൗണ്ട്സ്. അല്ലെങ്കിൽ എലമെൻറ്റ്സ് ആണ് എന്തായിട്ട് മാറുന്നത്? സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്ന അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നത്. സോ ഫാർ അബൌട്ട് 120 എലമെൻറ്റ്സ് ഹാവ് ബീൻ ഡിസ്കവേർഡ്. ഏതാണ്ട് 120ഓളം 120 എലമെൻറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതുവരെ ആയിട്ടും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. Of this only 90 elements are seen in nature. ഇതിൽ 90 elements എവിടെ കാണപ്പെടുന്നതാണ്? It is found in the nature. നേച്ചറിൽ കാണപ്പെടുന്നത് 90 elements എവിടെയാണ് കാണപ്പെടുന്നത്? നേച്ചറിലാണ് കാണപ്പെടുന്നത്. The rest are the artificial elements. The total 120 elements, 90 are found in the nature. The rest are artificial elements. ബാക്കിയുള്ളതെന്ന് പറയുന്നത് എന്താണ്? Artificial elements ആണ്. Okay. You might have seen the table of these elements in the science textbook. This is a comprehensive tool for the classification of elements. This is known as the periodic table. അപ്പോൾ നിങ്ങളുടെ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് periodic table. In your text you can also see the periodic table. In page number 67 you can see the periodic table. Okay, നിങ്ങളുടെ ടെക്സ്റ്റ് എടുക്കുക, പേജ് നമ്പർ 67 എടുത്തിട്ട് പീരിയോഡിക് ടേബിൾ നോക്കുക. ഓക്കെ, ഇതാണ് പീരിയോഡിക് ടേബിൾ. ഇൻ ദിസ് പീരിയോഡിക് ടേബിൾ ദ എലമെൻറ്റ്സ് ആർ പ്രോപ്പർലി അറേഞ്ച്ഡ് ലൈക്ക് എ ലൈബ്രറി. ഒരു ലൈബ്രറിയിൽ എങ്ങനെയാണോ ബുക്സ് അറേഞ്ച് ചെയ്തേക്കുന്നത് അല്ലേ, അതിന് ഒരു പ്രോപ്പർ ഓർഡർ കാണുമല്ലോ. എന്താണ്, ഇപ്പം സ്റ്റോറീസ് ആണെങ്കിൽ സ്റ്റോറീസ്, നോവൽസ് ആണെങ്കിൽ നോവൽസ്, അങ്ങനെ ഒരു പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് കാണത്തില്ലേ ലൈബ്രറിയിൽ? ലൈക്ക് ദാറ്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ദ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ പ്രോപ്പർ ഓർഡർ. എലമെൻറ്റ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്? ഒരു പ്രോപ്പർ ഓർഡറിൽ, ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലാണ് എലമെൻറ്റ്സ് എന്ത് ചെയ്തേക്കുന്നത്? അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു ലേൺ ഡീപ്ലി അബൌട്ട് ദ പീരിയോഡിക് ടേബിൾ ആൻഡ് എലമെൻറ്റ്സ്, മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്. അങ്ങനെ ഒരു പീരിയോഡിക് ടേബിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ എ പീരിയോഡിക് ടേബിൾ ദർ ഈസ് മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. പിന്നെ അപ്പം 118 എലമെൻറ്റ്സ് ആണ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ടോട്ടലായിട്ടുള്ളത്. പിന്നെ അതിനകത്ത് ഗ്രൂപ്പ്സ് ഉണ്ട്, പീരീഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി അങ്ങോട്ട് പഠിക്കാം. അപ്പോൾ ഇതാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. സോ ഇൻ ദ പീരിയോഡിക് ടേബിൾ ദ എലമെൻറ്റ്സ് ആർ ഓർഡർലി അറേഞ്ച്ഡ്. ഓക്കെ, ഇൻ എ സിസ്റ്റമാറ്റിക് വേ. ആ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ എന്ത് ചെയ്തേക്കുന്നു? ആ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്തേക്കുന്നു. ആ എലമെൻറ്റ്സിൽ തന്നെ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, അങ്ങനെ പല ടൈപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് നമുക്കിനി അങ്ങോട്ട് പഠിക്കാം. അപ്പോൾ ഇതാണ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, സോ ടോട്ടൽ 118 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. കണ്ടോ, ലാസ്റ്റ് ചെയ്യുന്നത് 118 എലമെൻറ്റ്സിലാണ്, 118ാമത് എലമെൻറ്റ്സിലാണ് അത് എൻഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പീരിയോഡിക് ടേബിൾ നന്നായിട്ട് നോക്കുക. ഓക്കെ, ഹെൻറി മോസ്ലി ത്രൂ ഹിസ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പം നമ്മൾ എന്താണ്, ഒരു വളരെ പ്രധാനപ്പെട്ടൊരു പേരാണെന്ന് പറയുന്നത് ഹെൻറി മോസ്ലി. അപ്പോൾ ആരാണ് ഹെൻറി മോസ്ലി എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഹെൻറി മോസ്ലി ത്രൂ ഹിസ് എക്സ്പെരിമെൻറ്റ്സ് പ്രൂവ്ഡ് ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ഡിപ്പെൻഡ് അപ്പോൺ ദ അറ്റോമിക് നമ്പർ. അപ്പം മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ്? ഹെൻറി മോസ്ലിയാണ്. ഹെൻറി മോസ്ലി ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ. ഓക്കെ, അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഈ എലമെൻറ്റ്സിനെ, നമ്മൾ പറഞ്ഞില്ലേ 120ഓളം എലമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ 118ഓളം എലമെൻറ്റ്സ് ആണ്. 120ഓളം എലമെൻറ്റ്സ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പീരിയോഡിക് ടേബിളിൽ നമുക്ക് 118 എലമെൻറ്റ്സിന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ 118 എലമെൻറ്റ്സിന് എന്ത് ചെയ്തു? ആ ഒരു അറ്റോമിക് നമ്പറിൻ്റെ ബേസിലാണ് ആര് ക്ലാസിഫൈ ചെയ്തത്? ഹെൻറി മോസ്ലി ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, സോ എന്താ അറ്റോമിക് നമ്പർ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. വോട്ട് ഈസ് അറ്റോമിക് നമ്പർ? ആ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആർ കോൾഡ് അറ്റോമിക് നമ്പർ. ഒരു എലമെൻറ്റിൻ്റെ പ്രോട്ടോൺസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പഠിച്ചത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് എന്താണ് അറ്റോമിക് നമ്പർ, എങ്ങനെയാണ് അറ്റോമിക് നമ്പർ ഹൗ ടു ഫൈൻഡ് ദ അറ്റോമിക് നമ്പർ. ഓക്കെ, സോ എന്താണ് ഇവിടെ ഇത് ഹെൻറീസ് മോസ്ലീസ് പീരിയോഡിക് ടേബിൾ. ഹെൻറി മോസ്ലി രൂപപ്പെടുത്തിയെടുത്ത പീരിയോഡിക് ടേബിളിൽ എലമെൻറ്റ്സിനെ എന്തിൻ്റെ ബേസിസിലായിരുന്നു ക്ലാസിഫൈ ചെയ്തത്? എന്തിൻ്റെ ബേസിസിലായിരുന്നു ക്ലാസിഫൈ ചെയ്തത്? അതിൻ്റെ അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലായിരുന്നു എന്ത് ചെയ്തത്? ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ അറ്റോമിക് നമ്പർ എന്താണെന്ന് അറിയാം. അക്കോർഡിംഗ് ടു ദസ് അല്ലേ, ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 1. പിന്നെ ഓക്സിജൻ്റെ എത്രയാണ്?
8 അല്ലേ, കാർബൺ 6, അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് നമ്മൾ 1 2 3 4 20 വരെയുള്ള എലമെൻറ്റ്സ്. കാൽസ്യത്തിൻ്റെ എത്ര 20 ആണ് അറ്റോമിക് നമ്പർ, പൊട്ടാസ്യം 19, അങ്ങനെ ഓരോ എലമെൻറ്റ്സ്. ലിഥിയം ആണെങ്കിൽ 3, അങ്ങനെ ഓരോന്നും നമ്മൾ ഹീലിയം 2, അങ്ങനെ അറ്റോമിക് നമ്പർ ഓരോന്നിനും അറ്റോമിക് നമ്പർ ഉണ്ട്. അപ്പോൾ ആ ഒരു അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലാണ് പീരിയോഡിക് ടേബിളിൽ എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഹെൻറി മോസ്ലിയാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പീരിയോഡിക് ടേബിൾ എന്ത് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻസിൽ നിന്ന് അദ്ദേഹമാണ് പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത്. അപ്പം കെമിസ്ട്രി പഠിക്കുമ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്തെന്ന് പറയുന്നത് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ പീരിയോഡിക് ടേബിൾ ഏകദേശം ഒരു അറിയാത്തൊരാൾക്ക് കെമിസ്ട്രി പഠിക്കുന്നത് എന്തായിരിക്കും, വളരെ ടഫായിരിക്കും. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, ലിസൺ ടു ദിസ്. ഓക്കെ, സോ ഫോർ ദിസ് കണ്ടിന്യൂവേഷൻ ഇൻ 10th സ്റ്റാൻഡേർഡ്, നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ 10th സ്റ്റാൻഡേർഡിലുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ലിസൺ ചെയ്യുക. ഓക്കെ, so according to this, the elements are arranged in the periodic table in the increasing order of their atomic numbers. അപ്പോൾ എന്തിൻ്റെ ബേസിസിലാണ്, അറ്റോമിക് നമ്പേഴ്സിൻ്റെ ബേസിസിലാണ് പീരിയോഡിക് ടേബിളിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്തേക്കുന്നത് അല്ലേ. സോ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഓൺ ദ ബേസിസ് ഓഫ് വാട്ട്, ഓൺ ദ ബേസിസ് ഓഫ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലാണ് എലമെൻസിനെ എന്ത് ചെയ്തേക്കുന്നത്, അറേഞ്ച് ചെയ്തേക്കുന്നത്. ഹു അറേഞ്ച് ദിസ്, ഹെൻറി മോസ്ലി. ഓക്കെ, ആൻഡ് ദിസ് ടേബിൾ ഈസ് നോൺ ആസ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ. അപ്പം ഈ ഒരു അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിൽ എലമെൻസിനെ നമ്മൾ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു എന്താണ്, ആ ഒരു പീരിയോഡിക്, ഇതിന് മുന്നേ ഒരുപാട് ക്ലാസിഫിക്കേഷൻ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. സോ ദർ ആർ സോ മെനി ഡിസ്കവറീസ് ബിഹൈൻഡ് ദിസ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, സോ ദ മോസ്റ്റ് അക്സെപ്റ്റഡ് വൺ ഇസ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ, അല്ലെങ്കിൽ നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പീരിയോഡിക് ടേബിളാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ. സോ ഇറ്റ് വാസ് ഫൗണ്ട് ഔട്ട് ബൈ ഹൂ, ഇറ്റ് വാസ് ഫൗണ്ട് ഔട്ട് ബൈ Henry Moseley, and in the periodic table the elements are arranged according to its increasing the number of atomic number, increasing order of their atomic number. Atomic numberന്റെ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, എലമെൻസിനെ അറേഞ്ച് ചെയ്തേക്കുന്നത് അല്ലേ. എലമെൻറ്റ്സ് നമുക്കറിയാം, ഹൈഡ്രജൻ എത്രയാണ് 1. സോ വി ഓൾവേസ് റൈറ്റ് ദ അറ്റോമിക് നമ്പർ ഓൺ ദ ലെഫ്റ്റ് ബോട്ടം. ലെഫ്റ്റ് ബോട്ടമിലാണ് നമ്മൾ എപ്പോഴും അറ്റോമിക് നമ്പർ എഴുതുന്നത്. ഹീലിയം 2, ലിത്തിയം 3, കാർബൺ 4, അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. So in the periodic table the elements are arranged based on the atomic number. Atomic number ബേസിസിലാണ് എന്ത് ചെയ്തേക്കുന്നത്, എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ആൻഡ് ദിസ് പീരിയോഡിക് ടേബിൾ ഇസ് നോൺ ആസ് ദ ഹെൻറി മോസ്ലീസ് പീരിയോഡിക് ടേബിൾ ഇസ് നോൺ ആസ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ. ഹെൻറി മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ അറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്, മോഡേൺ പീരിയോഡിക് ടേബിൾ. ഫ്രം ദിസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദെയർ എക്സിസ്റ്റഡ് was a periodic table earlier. Let's look into the early attempts of classification of elements. അപ്പം നമ്മൾ പറഞ്ഞത് മോഡേൺ പീരിയോഡിക് ടേബിൾ ആണെന്ന് പറയാം. അപ്പോൾ എന്താണ്, അതിന് മുന്നേ കുറേ പീരിയോഡിക് ടേബിൾസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഹിസ്റ്ററി ഉണ്ട്. ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ വി ആർ ഗോയിങ് ടു ലേൺ ഇൻ ടു ദ ഹിസ്റ്ററി. ഓക്കെ, സോ അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് കുറേ ഫൈൻഡിങ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ വന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, so it was Lavoisier, Antoine Lavoisier. It was Lavoisier first made attempt to classify elements. അപ്പം ഫസ്റ്റ് ആദ്യമായിട്ട് എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചത് ആരാണ്, ലാവോസിയർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഓക്കെ, സോ ഇറ്റ് വാസ് ലാവോസിയർ ഹൂ മെയ്ഡ് ദ അറ്റംപ്റ്റ് ടു ക്ലാസിഫൈ എലമെൻറ്റ്സ്. എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത ആരായിരുന്നു, ലാവോസിയർ ആണ് അല്ലേ. ഒരു സ്റ്റോറി പോലെ നിങ്ങൾ കേട്ടാൽ മതി. അപ്പോൾ എലമെൻസിനെ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്യാൻ ട്രൈ ചെയ്തതായിരുന്നു ലാവോസിയർ ആണ്. ഓക്കെ, ദെൻ ഇൻ 1789 the non 30 elements were classified into metals and non-metals. അപ്പം അന്ന് അറിയപ്പെട്ടിരുന്ന 30 എലമെൻസിനെ എന്ത് ചെയ്തു, ലാവോസിയർ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ അന്ന് ഉള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 30 എലമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ ലാവോസിയർ എന്ത് ചെയ്തു, ആ 30 എലമെൻസിനെ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും അല്ലേ, ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും എന്ത് ചെയ്തു, അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. And but he was not able to classify metalloids that show the properties of both the metals and non-metals. അപ്പം മെറ്റൽസ് നമുക്കറിയാം, എന്താ മെറ്റൽസ് എന്ന് പറയുന്നത്, ഗോൾഡ്, ദെൻ കോപ്പർ അല്ലേ, സ്വർണ്ണം വെള്ളി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അലൂമിനിയം എന്നൊക്കെ പറയുന്നത് എന്താണ്, മെറ്റൽസ് ആണ്. അപ്പോൾ അദ്ദേഹം മെറ്റൽസിനെയും ക്ലാസിഫൈ ചെയ്തു, നോൺ മെറ്റൽസിനെയും ക്ലാസിഫൈ ചെയ്തു. പക്ഷേ ഇതിന് രണ്ടിനെയും പ്രോപ്പർട്ടി കാണിക്കുന്ന വേറൊരെണ്ണം ഉണ്ടായിരുന്നു, എന്താണ്, മെറ്റലോയിഡ്സ്. മെറ്റലോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല, ലാവോസിയറിന് പറ്റിയില്ല. Okay, so but he was not able to classify metalloids to show the properties of both the metals and non-metals. This was one of the limitations of this classification. അപ്പം അപ്പോഴെന്താണ്, ലാവോസിയർ എന്ത് ചെയ്തു, അന്ന് അറിയപ്പെട്ടിരുന്നത് 30 എലമെൻസിനെ എടുത്ത് മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും ക്ലാസിഫൈ ചെയ്തു. ബട്ട് ഹി ഡിഡ്ന്റ് ക്ലാസിഫൈ ദ
മെറ്റലോയിഡ്സിനെ അദ്ദേഹം എന്ത് ചെയ്തില്ല, ക്ലാസിഫൈ ചെയ്തില്ല. അപ്പോൾ മെറ്റലോയിഡ്സിന് എന്താണ് പ്രത്യേകത? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് മെറ്റലോയിഡ്സ്? മെറ്റലോയിഡ്സ് ഷോ ദ പ്രോപ്പർട്ടി ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും പ്രോപ്പർട്ടി ആര് ഷോ ചെയ്യുന്നുണ്ട്? മെറ്റലോയിഡ്സ് ഷോ ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷനിൽ അദ്ദേഹം എന്ത് ഉൾപ്പെടുത്തിയില്ല? മെറ്റലോയിഡ്സ് എന്താണെന്നുള്ളത് പറഞ്ഞില്ല. സോ ദാറ്റ് വാസ് എ ലിമിറ്റേഷൻ ഓഫ് ഹിസ് ക്ലാസിഫിക്കേഷൻ. അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അതാണ് മെറ്റലോയിഡ്സിനെ അദ്ദേഹം എന്ത് ചെയ്തില്ല, അതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. ഹി ഡിഡ്ന്റ് ഇൻക്ലൂഡ് ദിസ് മെറ്റലോയിഡ്സ് ഇൻ ഹിസ് ക്ലാസിഫിക്കേഷൻ. ദാറ്റ് ഈസ് എ ലിമിറ്റേഷൻ ഓഫ് ഹിസ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ദെൻ ആഫ്റ്റർ ലാവൂസിയർ, അപ്പം നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചത് ആരാണെന്ന് പറഞ്ഞു? ആരാണ്? ലാവൂസിയർ ആയിരുന്നു. പിന്നീട് ലാവൂസിയറിന് ശേഷം ആര് വന്നു? അതായത് ആഫ്റ്റർ ലാവൂസിയർ ഇറ്റ് വാസ് ഡോബ്രൈനർ ഹൂ ഗേവ് നോട്ടബിൾ കോൺട്രിബ്യൂഷൻ ഇൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. അപ്പം ഡോബ്രൈനർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് രണ്ടാമതായിട്ട് എന്ത് ചെയ്തു? ആ എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചു. എന്തിൻ്റെ ബേസിസിലായിരുന്നു ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചത്? He formed small groups of 3 elements showing the similar properties. അതായത് ഒരുപോലെ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന 3 എലമെൻസിനെ വെച്ചിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. അതിനെ പറയുന്ന പേരാണ് ട്രയാഡ്സ്. എന്താണ്? ട്രയാഡ്സ്. ഓക്കെ, സോ ഡോബ്രൈനർ എങ്ങനെയാണ് എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തത്? ട്രൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. എന്താ ട്രൈ എന്ന് പറഞ്ഞാൽ 3 എന്നുള്ള മീനിങ് ആണ് അല്ലേ? ട്രൈ മീൻസ് 3. അപ്പോൾ എന്ത് ചെയ്തു? 3 എലമെൻസിനെ എടുത്തിട്ട് അതിന് ഏകദേശം ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള 3 എലമെൻസിനെ എടുത്തിട്ട് അതിനെ 3 ഒരുമിച്ച് അങ്ങനെ 3 എലമെൻസിനെ എന്ത് ചെയ്തു? അദ്ദേഹം ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ട്രയഡ്സിനൊരു ദർ ഇസ് എ സ്പെഷ്യാലിറ്റീസ് ഫോർ ദിസ് ട്രയഡ്സ്. ഇതിനൊരു ട്രയഡ്സിന് എന്തുണ്ടായിരുന്നു? ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? വാട്ട് ഈസ് എ സ്പെഷ്യാലിറ്റി? എന്തായിരുന്നു അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്? ഇൻ ദ ട്രയാഡ്സ് ദ അറ്റോമിക് മാസ് ഓഫ് ദ സെക്കൻഡ് എലമെൻറ്റ് വാസ് അപ്രോക്സിമേറ്റ്ലി ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ഫസ്റ്റ് ആൻഡ് ദ തേർഡ് എലമെൻറ്റ്. അതായത് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തൊരു എലമെൻറ്റ് നമുക്ക് നോക്കാം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇതൊക്കെ എന്താണ്? മെറ്റൽസ് ആണല്ലേ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ എന്താണ്? മെറ്റൽസ് ആണ്. അപ്പോൾ ലിഥിയത്തിനെയും സോഡിയവും പൊട്ടാസ്യം ഏകദേശം ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്ന എലമെൻറ്റ്സ് ആണ്. എന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ലിഥിയത്തിൻ്റെ 7 ആണ്. ഓക്കെ, ദ അറ്റോമിക് മാസ് ഓഫ് ലിഥിയം ഈസ് 7. ദെൻ അറ്റോമിക് മാസ് ഓഫ് സോഡിയം ഇസ് 23 ആണ് അറ്റോമിക് മാസ്. പിന്നെ പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 39 ആണ്. ഇത് നോട്ട് ദ അറ്റോമിക് നമ്പർ. ഇത് അറ്റോമിക് നമ്പർ അല്ല, ഇത് അറ്റോമിക് മാസ് ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണ് ഇതിനെ വിളിച്ചത്? ട്രയാഡ്സ് എന്ന് പറഞ്ഞു അല്ലേ? അതായത് സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നതിനെ എന്ത് ചെയ്തു? ഒരുമിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു ഇത് ട്രയാഡ്സ് ആണെന്ന് പറഞ്ഞു. അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്? അതായത് ഈ 39ഉം 7ഉം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ആവറേജ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ അരിത്തമെറ്റിക് മീൻ ആണെന്ന് പറയുന്നത് ഈ സോഡിയം അല്ലെങ്കിൽ ഏത് എലമെൻ്റ് ആണോ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന അതെന്ന് പറഞ്ഞു. അപ്പോൾ 39 + 7/2. അപ്പോൾ എത്ര വരും? എത്രയാണ് വരുന്നത്? 39ഉം പിന്നെന്താണ് 39ഉം 7ഉം കൂടെ നമ്മൾ ആഡ് ചെയ്തു അല്ലേ? 7ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 46 വരും അല്ലേ? സോ 46/2 അതായത് 23. അപ്പോൾ എന്താണ്? ദാണ്ട് ഈ 2 എലമെൻറ്റിൻ്റെയും കൂടെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ അരിത്തമെറ്റിക് മീൻ ആണ് സെൻറ്ററിൽ വരുന്ന എലമെൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിയുള്ള എലമെൻസും 2 എലമെൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ചെയ്ത് നോക്കിയാൽ മതി ഇങ്ങനെ കേട്ടോ. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഇത് സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ രണ്ടിൻ്റെയും അരിത്തമെറ്റിക് മീൻ ആണ് ഇതിൻ്റെ സെൻറ്ററിൽ കിടക്കുന്ന എലമെൻ്റ് എന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഇറ്റ് ആസ് ട്രയാഡ്സ്. അത് എന്താണെന്ന് പറഞ്ഞു? ട്രയാഡ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതായിരുന്നു ഡോബ്രൈനറുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. So this helped the finding the relationship between atomic mass and the properties of elements. അപ്പോൾ എലമെൻസിൻ്റെ പ്രോപ്പർട്ടിയും അറ്റോമിക് മാസും തമ്മിലുള്ള റിലേഷൻ എന്ത് ചെയ്തു? നമുക്കതിൽ നിന്ന് മനസ്സിലായി. ബട്ട് ഓൾ എലമെൻറ്റ്സ് കുഡ് നോട്ട് ബി ക്ലാസിഫൈഡ് ഇൻ ട്രയഡ്സ്. പക്ഷേ എല്ലാ എലമെൻസിനെയും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ട്രയഡ്സ് ആയിട്ട്? കാരണം എല്ലാ എലമെൻസിനും ഒരേ പ്രോപ്പർട്ടീസ് ആണോ ഉള്ളത്. അപ്പോൾ എല്ലാ എലമെൻസിനെയും എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഈ ഒരു ട്രയഡ്സിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഓക്കെ, ആൻഡ് വിച്ച് വാസ് ദ ലിമിറ്റേഷൻ ഓഫ് ഹിസ് ക്ലാസിഫിക്കേഷൻ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഡോബ്രൈനർ എന്തായിരുന്നു? ഡോബ്രൈനർ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? ട്രയാഡ്സ് അല്ലേ? ട്രയാഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള 3 എലമെൻസിനെ എന്ത് ചെയ്തു? ഒരുമിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു ആദ്യത്തെ രണ്ടിൻ്റെ സെൻറ്ററിൽ വരുന്ന എലമെൻറ്റിൻ്റെ ഇത് രണ്ടിൻ്റെയും കൂടെ അരിത്തമെറ്റിക് മീൻ ആണ് സെൻറ്ററിൽ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റിയില്ല? എല്ലാ എലമെൻസിനെയും ട്രയാഡ്സ് ആക്കി മാറ്റാൻ അദ്ദേഹത്തിന് പറ്റിയില്ല, അല്ലെങ്കിൽ എല്ലാ എലമെൻസിനെയും ട്രയാഡ്സ് ആക്കാൻ പറ്റില്ല. സോ ദിസ് വാസ് ഹിസ് ലിമിറ്റേഷൻ ഓഫ് ഹിസ് ക്ലാസിഫിക്കേഷൻ. അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അതായിരുന്നു. ദെൻ ഇൻ 1866
when Newlands arranged non-56 elements in the increasing order of their atomic mass, he found out the properties of 8 elements is a repetition of those the first element. അപ്പം അടുത്ത സയൻറ്റിസ്റ്റ് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ലാവോസിയർ വന്നു, ഡോബറൈനർ വന്നു, ആൻഡ് പിന്നീട് ആരാണ് വന്നത്? പിന്നീട് വന്നതാണ് ന്യൂലാൻഡ്സ് എന്ന് പറയുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? ന്യൂലാൻഡ്. ഓക്കെ, പിന്നീട് വന്ന സയൻറ്റിസ്റ്റ് ആണ് ആര്? ന്യൂലാൻഡ്. അപ്പോൾ ന്യൂലാൻഡ് എന്താ ചെയ്തത്? ന്യൂലാൻഡ് എന്ത് ചെയ്തു? ന്യൂലാൻഡ്സ് അറേഞ്ച്ഡ് ദ 56 എലമെൻറ്റ്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് കൂടി വരുന്ന എന്താണ് ഗണത്തിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എന്ത് ചെയ്തു? എലമെൻസിനെ അറേഞ്ച് ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫസ്റ്റ് എലമെൻറ്റിൻ്റെയും 8th എലമെൻറ്റിൻ്റെയും പ്രോപ്പർട്ടീസ് സെയിം ആണെന്ന് പറഞ്ഞു. ഓക്കെ, he found out the properties of the 8th element is the repetition of the ഫസ്റ്റ് എലമെൻറ്റ്. അതായത് എട്ടാമത്തെ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ എന്താണ്? ഫസ്റ്റ് എലമെൻറ്റിൻ്റെ റിപ്പിറ്റീഷനാന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം എന്തിനോടാണ് അത് കമ്പയർ ചെയ്തത്? ഹി കമ്പയർ വിത്ത് ഓഫ് ദ ഫസ്റ്റ് എലമെൻറ്റ്. ഹി കമ്പയർഡ് ദിസ് ടു ദ 7 notes ഓഫ് മ്യൂസിക്കിൻ്റെ 7 notes ഉണ്ടല്ലോ, സരി ഗമ പദനിസ അല്ലേ? സരി ഗമ പദനിസ. അപ്പം എന്താണ് അവിടെ നോക്കിയേ നിങ്ങൾ, അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? സായിലാണ് അല്ലേ? സ രി ഗ മ പ ദ നി സ. അപ്പം അതെവിടെയാണ് എൻഡ് ചെയ്യുന്നത്? സായിലാണ് എൻഡ് ചെയ്യുന്നത് അല്ലേ? അതായത് അദ്ദേഹം എന്താ പറഞ്ഞത്? ഇതിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്തു? അദ്ദേഹം പറഞ്ഞു ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അതേ പ്രോപ്പർട്ടി തന്നെയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ റെപ്പറ്റീഷനാണ് 8th എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി എന്നും പറഞ്ഞു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഹി കമ്പയർ വിത്ത് ദ 7 notes ഓഫ് മ്യൂസിക്കിൻ്റെ 7 നോട്ട്സുമായിട്ട് കമ്പയർ ചെയ്തു. അപ്പം സരിഗമ പദനിസ എന്നുള്ളതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? സായിലാണ്, എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? സായിലാണ് അല്ലേ? സോ അദ്ദേഹം എന്താ പറഞ്ഞത്? അത് നമ്മുടെ മ്യൂസിക്കിൻ്റെ 7 നോട്ട്സുമായിട്ട് അതിനെന്താ ഉണ്ട്? അതിന് സിമിലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ but one noted limitation is this was the elements with a higher atomic mass did not obey this rule. പക്ഷേ ഹയർ അറ്റോമിക് മാസ് ഉള്ള എലമെൻറ്റ്സ് എന്ത് ചെയ്തില്ല? ഈ ഒരു പ്രോപ്പർട്ടി ഒബേ ചെയ്തില്ല. അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ലോ ഓഫ് ഒക്ടേവ്സ്? അപ്പം ന്യൂലാൻഡ്സിൻ്റെ അഷ്ടക നിയമം എന്ന് പറയും, ലോ ഓഫ് ഒക്ടേവ്സ്. ന്യൂലാൻഡിൻ്റെ നിയമത്തിൻ്റെ പേരെന്താണ്? ലോ ഓഫ് ഒക്ട് എന്ന് പറഞ്ഞാൽ 8 എന്നാണ് കേട്ടോ, ലോ ഓഫ് ഒക്ടേവ്സ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഹയർ അറ്റോമിക് മാസുള്ള എലമെൻസിനെ ഇങ്ങനെ ഒക്ടേവ്സ് ആയിട്ടൊന്നും ക്ലാസിഫൈ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഓക്കെ, സോ നമ്മുടെ ഇതായിരുന്നു നമ്മുടെ എന്തെന്ന് പറയുന്നത് ഹിസ്റ്ററി എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിളിൽ നമ്മൾ പറഞ്ഞില്ലേ ഒരുപാട് പേര് എന്ത് ചെയ്തു? എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഫസ്റ്റ് ആരായിരുന്നു? ലാവോസിയർ ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം എന്താണ് ചെയ്തത്? അന്നുള്ള 30 എലമെൻസിനെ അദ്ദേഹം മെറ്റൽസ് എന്ന് നോൺ മെറ്റൽസ് എന്ന് ക്ലാസിഫൈ ചെയ്തു. ഹി ഡിഡ്ന്റ് ഇൻക്ലൂഡ് ദ മെറ്റലോയിഡ്സ് ഇൻ ഹിസ് ക്ലാസിഫിക്കേഷൻ, സോ ദാറ്റ് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് ഹിസ് ക്ലാസിഫിക്കേഷൻ. ദ സെക്കൻഡ് ഡോബറൈനർ ക്ലാസിഫൈ ദ എലമെൻറ്റ്സ്. എങ്ങനെയായിരുന്നു എലമെൻസിനെ അറേഞ്ച് ചെയ്ത്? ട്രയാഡ്സ് അല്ലേ? ട്രയാഡ്സ് എന്ന് പറഞ്ഞു. ബട്ട് all the elements he can't included like ട്രയാഡ്സിനെ പോലെ എല്ലാ എലമെൻസിനെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ആര് വന്നു? ഡോബറൈനറിന് ശേഷം ന്യൂലാൻഡ്സിൻ്റെ നിയമത്തിൻ്റെ പേരെന്താണ്? ലോ ഓഫ് ഒക്ടേവ്സ്. ഒക്ടേവ്സിനകത്ത് നമ്മൾ എന്താണ് പറഞ്ഞത്? ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയും 8th എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയും സിമിലർ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ റെപ്പറ്റീഷനാണ് 8th എലമെൻറ്റ് എന്ന് പറഞ്ഞു. ആൻഡ് ഹി വാസ് കമ്പയർഡ് വിത്ത് ദ 7 notes ഓഫ് മ്യൂസിക്കിൻ്റെ 7 നോട്ട്സുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞു. ബട്ട് the elements with the higher atomic masses did not obey this rule, so that is the limitation of his law. Okay, so നമ്മളിന്ന് പറഞ്ഞത് പീരിയോഡിക് ടേബിളിൻ്റെ ഹിസ്റ്ററി, അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ എങ്ങനെയായിരുന്നു എലമെൻസിൻ്റെ ആദ്യകാല ക്ലാസിഫിക്കേഷൻ എന്നുള്ളതാണ്. So in the next class we will learn more about the periodic table. Now we can wind up. Thank you. Assalamu Alaikum.